റബീസ്വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കുറുമയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ വേണം ഇനാബിൾ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഒരു കുക്കർ സ്റ്റൗവിൽ വെക്കണം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കണം. അതിലോട്ട് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇടണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും. പിന്നെ 4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് അടിയിൽ പിടിക്കാതെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റണം. കണ്ടില്ലേ, ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 മീഡിയം സൈസ് തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അടിയിൽ പിടിക്കാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ ഒന്ന് മാറി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നിങ്ങൾ ചിക്കൻ്റെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും വേണം. ഞാനിപ്പോൾ ഇതിൽ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ചിക്കന് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ കഴുകി എടുത്തിട്ടുള്ള ചിക്കനും അതോടൊപ്പം ഒരു വലിയ ഉരുളക്കിഴങ്ങും മുറിച്ച് ഇട്ട് ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുവെള്ളം അത്യാവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഉപ്പൊക്കെ റെഡിയാണോ എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 4 വിസിൽ വരും വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഒരു മുറി തേങ്ങ ചിരകിയത്, അതിലോട്ട് ഒരു 5 കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഒരു നല്ല ടേസ്റ്റാണ് കാഷ്യൂ നട്ട്സ് ഇട്ടാൽ. പിന്നെ പെരിഞ്ചീരകം ഒരു നുള്ള്, പിന്നെ 2 ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ദേ 4 വിസിൽ വന്നു. നന്നായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് മുന്നേ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഈ അരപ്പ് ചേർക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഗരം മസാല പൗഡർ ഇല്ല എന്നാണെങ്കിൽ നമുക്ക് അരപ്പിൽ അല്പം ഗ്രാമ്പൂ, ഏലക്ക, ഒരു കഷണം കറുവാപ്പട്ട എന്നിവ ഇട്ട് കൊടുക്കുക. ഇത് നിർബന്ധമാണ് കേട്ടോ. ഈ കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, നല്ലൊരു മണം കിട്ടാൻ വേണ്ടി ഇത് വളരെ അത്യാവശ്യമാണ്. ഞാനിവിടെ ഗരം മസാല പൗഡർ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ
കുറുമ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ചിക്കൻ കുറുമ നമ്മൾ എല്ലാ പൊറാട്ട, ചപ്പാത്തി, നെയ്ച്ചോറ്, പത്തിരി എല്ലാത്തിൻ്റെ കൂടെയും നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കറി തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ് ഈ ചിക്കൻ കുറുമയ്ക്ക്. അപ്പോൾ എല്ലാവരും ഈ കുറുമ ട്രൈ ചെയ്യുക. നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഇനാബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.